കൽപ്പാത്തിയിലേക്കാണ് ഇന്ന് ദേവരഥ സംഗമം. രാവിലെ ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെയും ലക്ഷ്മി നാരായണ പെരുമാളുടെയും രഥങ്ങൾ കൂടെ പ്രയാണം ആരംഭിക്കും. വൈകിട്ട് ദേവി ദേവന്മാരുടെ 6 രഥങ്ങളും തേരുമുട്ടിയിൽ സംഗമിക്കും. ഉത്സവത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങായ ദേവരഥ സംഗമം കാണാൻ 10,000-കണക്കിന് ആളുകളായിരിക്കും കൽപ്പാത്തിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് അരുണാലത്തൂരും ഒപ്പം ശിവദാസ് കൺമനവും ചേരുന്നുണ്ട്. അരുൺ, ശിവദാസ്, ഭക്തിയുടെ നിറ ഉത്സവം കൽപ്പാത്തി രഥോത്സവം, ഇന്ന് ചരിത്രപരമായ ദേവരഥ സംഗമം, 10,000-കണക്കിന് ആളുകൾ തന്നെയല്ലേ അവിടേക്ക് ഒഴുകിയെത്തുന്നത്? ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദേവരഥ സംഗമമാണ്. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഒപ്പം ദേവരഥ സംഗമം കാണുന്നതിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലടക്കം ജനങ്ങൾ അവിടേക്ക് എത്തുന്നുമുണ്ട്. അരുണാലത്തൂരും ശിവദാസ് കൺമനവും ചേരുന്നുണ്ട്. അരുൺ, ശിവദാസ്, ഭക്തരുടെ ഒരു നിറ സാന്നിധ്യം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ തിരക്ക് തന്നെയല്ലേ അനുഭവപ്പെടുന്നത്? തീർച്ചയായിട്ടും രജനി, വലിയ തിരക്ക് തന്നെയാണ് കൽപ്പാത്തിയിൽ കാണാൻ കഴിയുന്നത്. മുൻ വർഷങ്ങളിൽ ഒന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു തിരക്കാണ് കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളിൽ ഒന്നടങ്കം ഇത്തവണ കാണാൻ കഴിയുന്നത്. എനിക്ക് ഇടതുവശത്തായി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് ആളുകൾ ക്യൂ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അവർ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയിട്ടുള്ള ഭക്തജനങ്ങളാണിത്. റോഡിലേക്ക് വരെ അവരുടെ ആ ക്യൂ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അത്രയേറെ ജനസാഗരമാണ് കൽപ്പാത്തിയിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത്. ഏതായാലും കൽപ്പാത്തി രഥോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് ഇന്നിപ്പോൾ. ദേവരഥ സംഗമം വൈകിട്ടാണ് നടക്കുക. വൈകിട്ട് ആ ദേവരഥ സംഗമം കാണുന്നതിനേക്ക് ഉൾപ്പെടെ വിവിധ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ കൽപ്പാത്തിയിലേക്ക് ഒഴുകി എത്തുന്ന ഒരു കാഴ്ചയാണ്. ഏതായാലും കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി രഥോത്സവം. ദക്ഷിണേന്ത്യയിൽ തന്നെ നടക്കുന്ന രഥോത്സവങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി രഥോത്സവം. ആ കൽപ്പാത്തി രഥോത്സവത്തിൽ 13-ാം തീയതിയാണ് ഈ ദേവരഥങ്ങളുടെ പ്രയാണം അഗ്രഹാര വീഥികളിൽ ആരംഭിച്ചത്. അങ്ങനെ അഗ്രഹാര വീഥികളിൽ 13-ാം തീയതി ആരംഭിച്ച ഈ ദേവരഥ പ്രയാണം അതിപ്പോൾ 13-നും 14-നും 2 ദിവസം ദേവരഥങ്ങളുടെ പ്രയാണം നടന്നു. ആദ്യ ദിവസം വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും അതുപോലെ തന്നെ വള്ളി ദേവാനി സമേത സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഗണപതിയുടെയും രഥങ്ങളായിരുന്നു പ്രയാണത്തിൽ അഗ്രഹാര വീഥികളിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നലെ മന്തക്കര മഹാഗണപതിയുടെ രഥം കൂടി അഗ്രഹാര വീഥിയിൽ പ്രയാണത്തിന് എത്തുകയുണ്ടായി. ഏതായാലും ഇന്നിപ്പോൾ 2 രഥങ്ങൾ കൂടി ഈ അഗ്രഹാര വീഥികളിൽ പ്രയാണം ആരംഭിക്കും. കൃത്യം 10:30-നും 11:30-നും ഇടയിലാണ് മുഹൂർത്തം. ആ മുഹൂർത്ത സമയത്ത് ലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമിയുടെ രഥവും അതോടൊപ്പം തന്നെ ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെ രഥവും അഗ്രഹാര വീഥിയിലേക്ക് പ്രയാണം ആരംഭിക്കും. അങ്ങനെ ഈ 2 രഥങ്ങൾ കൂടി പ്രയാണത്തിലേക്ക് എത്തുന്നതോടുകൂടെ തന്നെ അഗ്രഹാരത്തിൽ അല്ലെങ്കിൽ കൽപ്പാത്തിയിലാകെ അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തുന്ന രഥങ്ങളുടെ എണ്ണം 6ആയി മാറും. അങ്ങനെ ഈ 6 രഥങ്ങളും അഗ്രഹാരത്തിൽ ഭക്തരെ എല്ലാം ദേവീദേവന്മാർ ദർശിക്കാൻ ഒരു അസുലഭ അവസരം ആ സമയത്ത് ലഭിക്കുമെന്നുള്ളതാണ്. കൃത്യം വൈകുന്നേരം ഒരു 6 മണിയോടുകൂടെ ഈ ദേവരഥങ്ങളൊക്കെ ഞാൻ നിൽക്കുന്ന തേരുമുട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒരു ഭാഗത്ത് സംഗമിക്കും. അങ്ങനെ സംഗമിക്കുന്ന ആ ദേവരഥ സംഗമം ഒരുമിച്ച് ആ എല്ലാ രഥങ്ങളിലും ഉള്ള ഭഗവാന്മാരെ കാണാൻ കഴിയുന്ന ആ ഒരു അസുലഭ നിമിഷം അതിന് നിർഭരമായ കൽപ്പാത്തി ദേവരഥ സംഗമം ഇന്ന് വൈകിട്ട് നടക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.